ഹലോ ഗായ്സ്, നിങ്ങൾ കാണുന്നത് മംഗ്ലീഷ് മാങ്ക. സോ സ്പൈഡർ നോയർ വെബ് സീരീസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഇതുവരെ വന്നതിലും വെച്ച് നല്ല ക്വാളിറ്റിയും സ്ക്രീൻ പ്ലേയും റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീരീസ് ആയിരുന്നു. ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ പോയി കാണുക. മറ്റുള്ള സ്പൈഡർമാൻ സ്റ്റോറീസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് നമുക്ക് പറയാം. മറ്റുള്ള സ്പൈഡർമാന്റെ ഫിലിംസിൽ ഉള്ളതുപോലെ VFXും ആക്ഷൻ സീക്വൻസുകളും എക്സ്പെക്ട് ചെയ്യരുത്. ഈ സീരീസ് 1930s റിലീസ് ആയിരുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും? സോ അതിന് അനുയോജ്യമായ VFXും പ്രാക്ടിക്കൽ സെറ്റപ്പും, അതുമാത്രമല്ല 90s ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാം ആക്ടിങ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള നോയർ ഡിറ്റക്റ്റീവ് സ്റ്റൈൽ സീരീസ്. സോ ആദ്യം തന്നെ സീരീസിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ നോയറായിട്ട് ആക്ട് ചെയ്ത ആക്ടർ നിക്കോളസ് കേജ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ സ്പൈഡർ നോയറായിട്ട് കാസ്റ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഇദ്ദേഹം സ്പൈഡർ വേഴ്സിലെ സ്പൈഡർമാന് വോയിസ് ഓവർ കൊടുത്തത് നല്ലതായിരുന്നു, കാരണം അത് അനിമേഷൻ അല്ലേ, സോ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ലൈവ് ആക്ഷനിലോട്ട് ഇദ്ദേഹത്തെ സ്പൈഡർമാനായിട്ട് കാസ്റ്റ് ചെയ്തപ്പോൾ നല്ല ഏജ് ഉള്ള വ്യക്തിയാണ്. സ്പൈഡർമാൻ തരുന്ന ഒരു എനർജി ഇദ്ദേഹത്തിന് തരാൻ പറ്റോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചതിൽ നിന്നെല്ലാം അപ്പുറം വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നിക്കോളസ് കേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സ്പൈഡർ നോയർ കണ്ട് തീരുമ്പോൾ നിക്കോളസ് കേജ് അല്ലാതെ വേറെ ആരെയും സ്പൈഡർ നോയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ആക്സെന്റ്, ബോഡി ലാംഗ്വേജ്, സർക്കാസ്റ്റിക് ആയിട്ടുള്ള സംസാരം, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്പൈഡർമാൻ നോയറിനും സിങ്ക് ആവുന്നുണ്ട്. ദിസ് ഈസ് ദ സ്പൈഡർമാൻ നോയർ വി എക്സ്പെക്റ്റഡ് എന്ന് നമ്മൾ ഉറപ്പിക്കും. അങ്ങനത്തെ ഒരു അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നിക്കോളസ് കേജ് കാഴ്ചവെച്ചത്. ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സീനെല്ലാം സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ബെൻ റെയ്ലിന്റെ കോമിക് ബുക്കിലെ ഒറിജിൻ മാത്രം അവർ മാറ്റിയിട്ടുണ്ട്. അതത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. 15 വർഷം സ്പൈഡർമാനായിട്ട് ബെൻ റെയ്ലി നടന്നു. ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ത്രില്ലിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നീട് ഇത് അത്ര രസകരമായി എനിക്ക് തോന്നിയില്ല. എനിക്കിത് വേണ്ട, എനിക്ക് നോർമൽ ലൈഫ് തന്നെ മതി എന്നും പറഞ്ഞ് പിന്നെ ത്രില്ലില്ലെങ്കിലും ഇതിലൊക്കെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. 15 വർഷമായി ഞാൻ കൊണ്ടു നടന്ന സ്പൈഡർമാൻ നോയർ എന്ന ഐഡന്റിറ്റി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വീണ്ടും സ്പൈഡർമാൻ നോയർ ആയിട്ട് തന്നെ ബെൻ റെയ്ലി മാറും. ആ ഒരു ചേഞ്ച് ഓവറും ക്യാരക്ടർ ഡെവലപ്മെന്റും വളരെ മനോഹരമായി സീരീസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിക്കോളസ് കേജിന്റെ ആക്ടിംഗ് പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പായിട്ടും ഈ സീരീസിൽ നിങ്ങൾ കാണും. സ്പൈഡർമാൻ താനാണെന്ന് വില്ലന്മാര് അറിയാനും പാടില്ല, അത് വെച്ച് അവരെ കളിയാക്കുകയും വേണം. ഇങ്ങനെ വരുന്ന സീനിൽ ബെൻ റെയ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ രസകരമാണ്. ബെൻ റെയ്ലി ആയിരുന്നാലും സ്പൈഡർമാൻ നോയർ ആയിരുന്നാലും നല്ല പെർഫോമൻസ് ആയിരുന്നു നിക്കോളസ് കേജ് കാഴ്ചവെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിക്കോളസ് കേജ് അല്ലാതെ വേറെ ആരെയും എനിക്കിപ്പോൾ സ്പൈഡർമാൻ നോയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നിക്കോളസ് കേജ് സംസാരിക്കുന്ന ടോണ് തന്നെ സ്പൈഡർമാന് വേറൊരു ആറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുണ്ട്. ബഡ്ജറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് സ്പൈഡർമാൻ നോയറിനെ കാണിക്കുന്ന സീനുകൾ കുറവാണെങ്കിലും സ്പൈഡർമാൻ നോയറിനെ കാണിക്കുന്ന സീനുകളെല്ലാം അടിപൊളിയാണ്. അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീനുകളാണ്. പിന്നെ ആക്ഷൻ സീക്വൻസുകളിലേക്ക് പോയാൽ VFX അധികം ഉപയോഗിക്കാതെ കൂടുതലും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടാണ് ഫൈറ്റുകൾ പുഷ് ചെയ്യുന്നത്. ബഡ്ജറ്റിന്റെ പ്രശ്നമായിരിക്കാം, അതല്ലാതെ 1930s ഇത് എടുക്കുന്നത് എന്നൊരു റെപ്രസെന്റേഷൻ കാണിക്കാൻ കൂടി ആയിരിക്കാം. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രധാനമായിട്ടും ജാനറ്റ് റോബി, പിന്നെ ഒരു കൊച്ചു ചെറുക്കനുണ്ട് ഫ്രാങ്കി, പിന്നെ കാറ്റ്, സിൽവർമാന്, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വില്ലന്മാരെടുത്ത മെഗാവാട്ട് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആരെയും കുറവ് പറയാനൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്ടിങ് ആണെന്ന് നമുക്ക് തോന്നും. അതിന് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1930s ഒരു റെപ്രസെന്റേഷൻ കാണിക്കാൻ അവർ വേണമെന്ന് ചെയ്യുന്നതാണ്. ബട്ട് അത് കൊള്ളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ മാത്രമേ ആ ഒരു മുഴുവൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഇവർ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു വേൾഡ് 1930s ഒരു സെറ്റപ്പാണ്. ഏറ്റവും കൂടുതലും ഡിപ്രഷൻ അനുഭവിക്കുന്ന സ്പൈഡർമാനുകളെ എടുത്ത അതിലൊരാളാണ് സ്പൈഡർമാൻ നോയർ. കളർ ടോൺ ഓക്കെയാണ്, ബട്ട് കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ട് തോന്നിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ മുഴുവൻ സ്ക്രീനും ഒരു ഡിപ്രഷൻ സെറ്റിംഗ് ആണ്. അത് നമുക്ക് കളർ ടോണിൽ കിട്ടത്തില്ല. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഒരു മുഴുവൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഡെപ്തിൽ കാണിക്കാൻ വേണ്ടി ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടാണ് കളറിൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സീനും പെർഫെക്റ്റ്ലി ക്ലീൻഡ് ആയിട്ട് നമുക്ക് കളറിൽ തോന്നും.
അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവര് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്ത സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളിലോട്ട് കൺവേ ആവുന്നുണ്ട്, ബട്ട് അത് കളറിൽ കൺവേ ആവുന്നില്ല. സോ ഒറിജിനലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. കളർ ഒരു ഓപ്ഷൻ മാത്രമാണ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടോൺ ടു വാച്ച് ദിസ് സീരീസ്. ടെക്നിക്കൽ പരമായി സംസാരിക്കുകയാണെങ്കിൽ VFX ഒക്കെ ഓക്കെയാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ കളറിലാണ് കാണുന്നതെങ്കിൽ അവിടെ പോളിഷ്ഡ് ആയിട്ട് തോന്നാം. ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ വലുതായിട്ട് കുറവുകളൊന്നും പറയാനില്ലാത്ത ഒരു സീരീസാണ്. അവസാനത്തെ 2-3 എപ്പിസോഡ് സ്പൈഡർമാന്റെ ഒരു സിനിമ കാണുന്ന ഫീലായിരുന്നു. ബാക്കിയുള്ള എപ്പിസോഡ്സ് എല്ലാം ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ മൂഡായിരുന്നു. സ്ക്രീൻ പ്ലേയും ബെൻ റൈലിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളിലേക്ക്, വീണ്ടും സങ്കടകരമായ നിമിഷങ്ങളിലേക്ക്, അങ്ങനെ അവസാനം സ്പൈഡർ നോയർ എന്ന ആ ലൈഫ് സ്റ്റൈൽ ഐഡന്റിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു. ബെൻ റൈലി കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ലതുപോലെ തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ തുടർന്ന് ഒരേ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് അദ്ദേഹത്തിന് വെളിയിലോട്ട് വരാൻ കുറച്ച് പാടായിരിക്കും. അതിൽ നിന്ന് വെളിയിൽ വരാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് പാടാണ്. ബെൻ റൈലി ഈ ഒരു കാര്യത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. റെസ്പോൺസിബിലിറ്റീസേ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുത്തൻ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നു. സത്യമായിട്ടും ഈ ഒരു ക്യാരക്ടർ റൈറ്റിംഗ് നല്ലതായിരുന്നു. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ ബെൻ റൈലി ജീവിച്ചു വന്ന ആ ഒരു സൊസൈറ്റി എങ്ങനെയാണെന്നും നന്നായി കാണിച്ചിട്ടുണ്ട്. വേൾഡ് ബിൽഡിംഗ് വാസ് റിയലി അമേസിംഗ്. ഒരുപാട് ക്യാരക്ടേഴ്സും വില്ലൻസും ഉണ്ടെങ്കിലും സ്പോട്ട്ലൈറ്റ് എപ്പോഴും ബെൻ റൈലി തന്നെയാണ്. സ്ക്രീൻ പ്ലേയും റൈറ്റിംഗ് ഒക്കെയാണ് മെയിനായിട്ട് സീരീസിനെ ഒതന്റിക് ആയിട്ട് മാറ്റുന്നത്. ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു സീരീസാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമ്മൾ മോഡേൺ സ്പൈഡർമാൻ മൂവീസ് കണ്ട് വളർന്ന ഓഡിയൻസിന് ചിലർക്കെങ്കിലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 90s സ്റ്റൈല് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. ബാക്കിയുള്ള സ്പൈഡർമാനെ എടുത്തു കഴിഞ്ഞാൽ അവരാരെയും കൊല്ലത്തില്ല, ബട്ട് സ്പൈഡർമാൻ നോയർ അങ്ങനെയല്ല. ലിറ്ററലി ഒരുപാട് സോൾജേഴ്സിനെ സ്പൈഡർമാൻ നോയർ കൊന്നിട്ടുണ്ട്. സോ സ്പൈഡർമാൻ നോയർ അത്രയ്ക്ക് മനസ്സലിവുള്ള ആളൊന്നുമല്ല. ഓപ്ഷൻ ഉണ്ടെങ്കിൽ വില്ലന്മാരെ കൊല്ലും. പിന്നെ ആക്ഷൻ സീക്വൻസുകളും 1930s പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. സോ അതും ചിലർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നാം. നമ്മൾ കണ്ട് വളർന്ന സ്പൈഡർമാന്റെ ചാടി പറന്ന് വളഞ്ഞുള്ള അടിയൊന്നും ഇതിൽ കാണാൻ പറ്റത്തില്ല. സോ അതും ചിലർക്ക് ഡീഗ്രേഡിംഗ് ആയിട്ട് തോന്നാം. ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് അല്ല, കംപ്ലീറ്റ്ലി റൈറ്റിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സീരീസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലാഗ് ഒന്നും അടിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ട്രസ്റ്റ് മീ, മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ കുറച്ചും കൂടെ ഒത്തന്റിക് ആയിട്ടുള്ള സിനിമാറ്റിക് ഫീല് കിട്ടും. സോ അടുത്തടുത്ത് ഇനി വരാൻ പോകുന്ന സീസണുകൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ സീരീസ് കണ്ടവര് നിങ്ങളുടെ തോട്ട്സും വ്യൂസും മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.